Good morning, my dear students. Welcome back to our online class. In the last class, we have completed our 9th chapter. Today, we are going to discuss our 10th chapter. The title of the chapter is Our Constitution. Colorful celebrations mark the Republic Day. New Delhi. The nation celebrated its 65th Republic Day. The Prime Minister paid floral tribute at the Amar Jawan Jyoti to the brave soldiers who have sacrificed their lives for the nation. The President unfurls the national flag in the presence of the chief guest. He then gave away awards and received the Guard of Honor from the armed forces. The Republic Day parade along the Rajpath proclaimed the strength and cultural diversity of India. The parade was a rich display of modern military weapons, art forms and floats from different states. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ 10ാമത്തെ ചാപ്റ്ററാണ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ചാപ്റ്റർ. അതിൽ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് നമ്മളിപ്പോൾ വായിച്ചത്. കളർഫുൾ സെലിബ്രേഷൻസ് മാർക്ക് ദി റിപ്പബ്ലിക് ഡേ. ദ നാഷൻ സെലിബ്രേറ്റഡ് ഇറ്റ് 65th റിപ്പബ്ലിക് ഡേ. ഇതിൽ നമ്മൾ 65th റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ ചെയ്തിട്ടുള്ള ആ ഒരു ന്യൂസാണ് ഇതുള്ളത്. ദ പ്രൈം മിനിസ്റ്റർ പെയ്ഡ് ഫ്ലോറൽ ട്രൈബ്യൂട്ട് അറ്റ് ദ അമർ ജവാൻ ജ്യോതി ടു ദ ബ്രേവ് സോൾജിയേഴ്സ് ഹൂ ഹാവ് സാക്രിഫൈസ്ഡ് ദെയർ ലീവ്സ് ഫോർ ദി നാഷൻ. 65ാമത്തെ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്ന സമയം പ്രൈം മിനിസ്റ്റർ അമർ ജവാൻ ജ്യോതിയിൽ, അതായത് നമ്മുടെ രാജ്യത്തിനു വേണ്ടി ജീവൻ തന്നെ ബലി കൊടുത്തിട്ടുള്ള ബ്രേവ് സോൾജിയേഴ്സ്, വളരെ ധീരരായിട്ടുള്ള പട്ടാളക്കാരുടെ അവരുടെ അമർ ജവാൻ ജ്യോതിയിൽ പൂക്കൾ അർപ്പിക്കുന്ന ഒരു ചടങ്ങ്. ദ പ്രസിഡൻറ്റ് അൺഫോൾസ് ദ നാഷണൽ ഫ്ലാഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ദി ചീഫ് ഗസ്റ്റ്. അതുപോലെ തന്നെ പ്രസിഡൻ്റ് ചീഫ് ഗസ്റ്റിൻ്റെ ആ ഒരു പ്രസൻസിൽ നാഷണൽ ഫ്ലാഗ് ഉയർത്തുന്നു. ഹീ ദെൻ ഗേവ് അവേ അവാർഡ്സ് ആൻഡ് റിസീവ്ഡ് ദി ഗാർഡ് ഓഫ് ഓണർ ഫ്രം ദി ആംഡ് ഫോഴ്സസ്. അതിനുശേഷം അവാർഡുകൾ കൊടുക്കുന്നു. അതേപോലെ തന്നെ ആംഡ് ഫോഴ്സസിൽ നിന്ന്, അതായത് മിലിറ്ററി, നേവി, എയർഫോഴ്സ് എന്നുള്ള ആംഡ് ഫോഴ്സസിൽ നിന്ന് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുന്നു. ദ റിപ്പബ്ലിക് ഡേ പരേഡ് എലോങ് ദ രാജ്പഥ് പ്രൊക്ലൈംഡ് ദ സ്ട്രെങ്ത് ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ ആ റിപ്പബ്ലിക് ഡേയുടെ അന്നുള്ള ആ ഒരു പരേഡ് രാജ്പഥിലാണ് ആ പരേഡ് നടക്കുക. അത് നമ്മുടെ ഇന്ത്യയുടെ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി എല്ലാമാണ് കാണിക്കുന്നത്. ദ പരേഡ് വാസ് എ റിച്ച് ഡിസ്പ്ലേ ഓഫ് മോഡേൺ മിലിറ്ററി വെപ്പൺസ്, ആർട്ട് ഫോംസ് ആൻഡ് ഫ്ലോട്ട്സ് ഫ്രം ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. അതുപോലെ തന്നെ ആ പരേഡിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. മോഡേൺ മിലിറ്ററി വെപ്പൺസ് ഉണ്ടാവും, അതുപോലെ തന്നെ ആർട്ട് ഫോംസുകൾ, ഓരോ സ്റ്റേറ്റിൻ്റെയും ആർട്ട് ഫോംസുകൾ ഉണ്ടാവും, ഫ്ലോട്ടുകളുണ്ടാവും, ഡിഫറെൻറ്റ് സ്റ്റേറ്റുകളുടെ ഫ്ലോട്ടുകളെല്ലാം തന്നെ നമുക്ക് ആ ഒരു റിപ്പബ്ലിക് ഡേ പരേഡിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ റിപ്പബ്ലിക് ഡേ പരേഡിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ പിക്ചറുകൾ കാണാം ഇവിടെ. റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ്റെ ഒരു വ്യൂ ആണ് ഇവിടെ കാണുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും, പരേഡുകൾ അവിടെയുണ്ട്, അതുപോലെ തന്നെ അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ കാണാം. അപ്പോൾ നമ്മൾ പറഞ്ഞു റിപ്പബ്ലിക് ഡേ പരേഡിലാണ്, അല്ലെങ്കിൽ റിപ്പബ്ലിക് ദിവസം നടക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെൻ ഡു വി സെലിബ്രേറ്റ് ദ റിപ്പബ്ലിക് ഡേ? വാട്ട് ഈസ് റിപ്പബ്ലിക്? നമ്മൾ എന്നാണ് റിപ്പബ്ലിക് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്? റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കൂ. The Indian Constitution officially came into force on 26th January 1950. India became a republic then, and every year we celebrate January 26th as the Republic Day. Republic is a system in which the head of the state is an elected person. Thus, our Constitution insists that the President of the country shall be an elected person. അപ്പോൾ എന്താണ് റിപ്പബ്ലിക്, അല്ലെങ്കിൽ നമ്മൾ എന്നാണ് റിപ്പബ്ലിക് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒഫീഷ്യലി കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 26th January 1950. 1950 ജനുവരി 26 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയുടെ ഭരണഘടന ഒഫീഷ്യലായിട്ട് വന്നിട്ടുള്ളത്. ഇന്ത്യ ബിക്കെയിം എ റിപ്പബ്ലിക് ദെൻ, ആൻഡ് എവറി ഇയർ വി സെലിബ്രേറ്റ് January 26th ആസ് ദി റിപ്പബ്ലിക് ഡേ. അങ്ങനെ ഇന്ത്യ റിപ്പബ്ലിക് ആയിട്ടുള്ള ആ ഒരു ദിവസം
അതാണ് നമ്മൾ എല്ലാ വർഷവും ജാനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി എന്താണ് വാട്ട് ഈസ് റിപ്പബ്ലിക്? റിപ്പബ്ലിക് ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് ദ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ഈസ് ആൻ എലക്റ്റഡ് പേഴ്സൺ. ഇനി റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സിസ്റ്റമാണ് വിച്ച് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ആൻ എലക്റ്റഡ് പേഴ്സൺ. അല്ലേ, നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? ഒരു എലക്റ്റഡ് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കും. ദസ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസിസ്റ്റ് ദാറ്റ് ദ പ്രസിഡൻറ്റ് ഓഫ് ദ കൺട്രി ഷാൾ ബി ആൻ ഇലക്റ്റഡ് പേഴ്സൺ. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻസിസ്റ്റ് ചെയ്യുന്ന എന്തൊക്കെയാണ്? നമ്മുടെ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് ആയിരിക്കും അങ്ങനെ ആ എലക്റ്റ് ചെയ്യപ്പെട്ട പേഴ്സൺ. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ്, വെൻ ഡു വി സെലിബ്രേറ്റ് ദ റിപ്പബ്ലിക് ഡേ? വാട്ട് ഈസ് റിപ്പബ്ലിക്? നമ്മൾ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? വാട്ട് ഈസ് റിപ്പബ്ലിക്? റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നമ്മളിപ്പോൾ വായിച്ച ഈ ഒരു പാരഗ്രാഫാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. ഇനി നോക്കൂ, കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി അടുത്തത് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്? വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ? അപ്പോൾ നമ്മുടെ ചാപ്റ്റർ തന്നെ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്നല്ലാണ്, അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കാം. Constitution is an authentic document containing the basic ideas, principles and laws of a country. Constitution എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ആൻ ഓതൻറ്റിക് ഡോക്യുമെൻറ്റ്. ഒരു ഓതൻറ്റിക് ഡോക്യുമെൻ്റ് ആണ്, അതായത് ആധികാരികമായിട്ടുള്ള ഒരു രേഖയാണ്. അതിലെന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്? കണ്ടെയ്നിങ് ദ ബേസിക് ഐഡിയാസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് ലോസ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിന് ആവശ്യമുള്ള ആശയങ്ങളും തത്വങ്ങളും, അല്ലേ? ബേസിക് ഐഡിയാസ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങൾ, പ്രിൻസിപ്പിൾസ് തത്വങ്ങൾ, ആൻഡ് ലോസ് നിയമങ്ങൾ. ഇപ്പോൾ ഒരു രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങളും ആശയങ്ങളും തത്വങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഓതൻറ്റിക് ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ വരിക? വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ? അതിൻ്റെ ആൻസർ എവിടെ വരികയാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ആൻ ഓതൻറ്റിക് ഡോക്യുമെൻറ്റ് കണ്ടെയ്നിങ് ദി ബേസിക് ഐഡിയാസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് ലോസ് ഓഫ് എ കൺട്രി. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. ഇനി ഇവിടെ ഈ കോളത്തിൽ കൊടുത്തത് നോക്കി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കണ്ടൻറ്റ് എന്തൊക്കെയാണെന്നുള്ളത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടൻറ്റ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് അതാണ് പറയുന്നത്. ആദ്യം എന്താ? പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ ആമുഖം, അല്ലേ? അതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് വരുന്ന കാര്യം, അതാണ് പ്രിയാമ്പിൾ. പിന്നെ 395 ആർട്ടിക്കിൾസ്. ഇനി അതിൽ 395 ആർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. 12 ഷെഡ്യൂൾസ്, 12 ഷെഡ്യൂളുകൾ ഉണ്ടാവും. 22 പാർട്സ്, ഭാഗങ്ങൾ, 22 ഭാഗങ്ങൾ. 92 അമെൻമെൻറ്റ്സ് ടിൽ മെയ് 2013. അതുപോലെ തന്നെ 98 അമെൻമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭേദഗതികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഈ പറഞ്ഞു കുറേ മുന്നേ, അല്ലേ? അപ്പോൾ എഴുതി ഉണ്ടാക്കിയതാണ്. പക്ഷേ ഓരോ കൊല്ലത്തിലും അതിലിങ്ങനെ മാറ്റങ്ങൾ വരുത്താനുള്ള അവകാശമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിനെയാണ് അമെൻമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 98 അമെൻമെൻറ്റ്സുകളുണ്ട്, മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള 98 കാര്യങ്ങളുണ്ട്. അത് ഏതുവരെയാണ്? 2013 വരെയാണ് കേട്ടോ. 2013 വരെയുള്ള കണക്കാണ് പറഞ്ഞിട്ടുള്ളത്. 98 അമെൻമെൻറ്റ്സ്. അപ്പോൾ ഇത്രയുമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കണ്ടൻ്റായിട്ട് വരുന്നത്. ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കാലമാണ് എടുത്തത്? ഇവിടെ ഇറ്റ് ടുക്ക് 2 years 11 months and 17 days ടു ഫ്രെയിം ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന എഴുതി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എത്ര കാലം എടുത്തത്? 2 വർഷവും 11 months, അല്ലേ? 11 മാസവും അതുപോലെ തന്നെ 17 days, 17 ദിവസവുമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയതൊന്നുമല്ല. ഇത്രയും കാലം ഒരുപാട് ചർച്ചകളൊക്കെ നടത്തി എന്തൊക്കെയാണ് അതിൽ ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങൾ എന്നതൊക്കെ തീരുമാനിച്ചതിന് ശേഷമാണ് അത് എഴുതി തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി അടുത്തത് ഫ്രെയിമിംഗ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത് എങ്ങനെയൊക്കെ, അതിൻ്റെ സ്റ്റേജസ് ആണ് പറയണത് കേട്ടോ. ദ ഫ്രെയിമിംഗ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ടഡ് വിത്ത് ദി ഫോർമേഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി. ഇനി അതിൻ്റെ സ്റ്റേജസിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തത് സ്റ്റേജസ് എങ്ങനെയൊക്കെയാണ്? അതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ദ ഫ്രെയിമിംഗ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ടഡ് വിത്ത് ദി ഫോർമേഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി. ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അതിൻ്റെ ഫോർമേഷനോട് കൂടിയിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചത്. ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ അസംബ്ലി വാസ് ഓൺ 9th December 1946. അങ്ങനെ ഇതിൻ്റെ ഒരു ആദ്യത്തെ മീറ്റിംഗ്
ആദ്യത്തെ ഈ അസംബ്ലി നമ്മൾ പറഞ്ഞല്ലോ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആദ്യം ഫോം ചെയ്തു. ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ആദ്യത്തെ മീറ്റിംഗ് 1946 ഡിസംബർ 9 ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ വാസ് ഇറ്റ്സ് ആക്ടിംഗ് ചെയർമാൻ. അപ്പോൾ അതിൻ്റെ ചെയർമാൻ, ആക്ടിംഗ് ചെയർമാൻ, ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ആക്ടിംഗ് ചെയർമാനായിട്ട് ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അപ്പോൾ ഇത് വൺ വേർഡായിട്ടും ചോദിക്കാം കേട്ടോ. ഹു വാസ് ദി ആക്ടിംഗ് ചെയർമാൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി? അപ്പോൾ ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അത് ഓർമ്മിച്ച് വയ്ക്കാം. ലേറ്റർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വാസ് ഇലക്റ്റഡ് ആസ് ദി ചെയർമാൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. പിന്നീട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചെയർമാനായിട്ട്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ബിഗാൻ ഫങ്ഷനിങ് ബൈ ഫോമിങ് വേരിയസ് കമ്മിറ്റീസ്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പല കമ്മിറ്റികൾ ഉണ്ടാക്കി. എന്താണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട്, ഭരണഘടന എഴുതി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഒരുപാട് കമ്മിറ്റികൾ ഫോം ചെയ്തു. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വാസ് വൺ എമംഗ് ദം. അതിലൊരു കമ്മിറ്റി ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നുള്ളത്. ഇറ്റ് വാസ് റെസ്പോൺസിബിൾ ഫോർ പ്രിപ്പയറിംഗ് ദി ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ ഒരു കമ്മിറ്റിയുടെ ഒരു ചുമതല എന്തായിരുന്നു? പ്രിപ്പയറിംഗ് ദി ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു രൂപം തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒരു ഡ്യൂട്ടി. അപ്പോൾ ഡോക്ടർ BR അംബേദ്കർ വാസ് ദി ചെയർമാൻ ഓഫ് ദി കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഇതാ നിങ്ങൾക്ക് കാണാനുണ്ടല്ലേ പിക്ചർ. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഇതിൻ്റെ ചെയർമാൻ. ഏതിൻ്റെയാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഹി ഈസ് നോൺ ആസ് ദി ആർക്കിടെക്റ്റ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അദ്ദേഹം അറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർക്കിടെക്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നുള്ള പേരിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഹു ഈസ് നോൺ ആസ് ദി ആർക്കിടെക്റ്റ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണിത്. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ഓർമ്മിച്ച് വയ്ക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം എന്താണ്? ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അല്ലേ. ഇനി അതിൻ്റെ സെക്കൻഡ് സ്റ്റേജിൽ എന്താ ഉണ്ടായത്? സെക്കൻഡ് ആയിട്ടുള്ള പോയിൻ്റ്, അതിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് എന്നാണ്? 9th ഡിസംബർ 1946 അല്ലേ. പിന്നെ അതിൻ്റെ ആക്ടിംഗ് ചെയർമാനായിട്ട് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു. പിന്നീട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ചെയർമാൻ, എലക്റ്റഡ് ചെയർമാനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വന്നു. പിന്നെ ഒരു കമ്മിറ്റി ഫോം ചെയ്തു. ആ കമ്മിറ്റിയുടെ പേരെന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. അദ്ദേഹം അറിയപ്പെടുന്നത് എന്താണ്? ആർക്കിടെക്റ്റ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക കേട്ടോ. ഇനി ദ കമ്മിറ്റി ഹെഡഡ് ബൈ ഡോക്ടർ BR അംബേദ്കർ പ്രിപ്പയർഡ് എ ഡ്രാഫ്റ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ആ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഡ്രാഫ്റ്റ്, ഒരു ഏകദേശ രൂപം തയ്യാറാക്കി. ഇറ്റ് വാസ് ഡൺ ബേസ്ഡ് ഓൺ ദ റിപ്പോർട്ട് സബ്മിറ്റഡ് ബൈ ഡിഫറെൻറ്റ് കമ്മിറ്റീസ്. അപ്പോൾ ഇത് ഏതിൻ്റെ ബേസിസിലായിരുന്നു? നമ്മൾ പറഞ്ഞു ഒരുപാട് കമ്മിറ്റികൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞു അല്ലേ. ആ കമ്മിറ്റികൾ അവരുടെ റിപ്പോർട്ടിൻ്റെ ബേസിസിലായിരുന്നു ഇത് ഉണ്ടാക്കിയിരുന്നത്. After detailed discussions and debates, the Constituent Assembly approved the Constitution of 26th November 1949. അങ്ങനെ ഒരുപാട് ഡിസ്കഷനും ഡിബേറ്റ്സിനും ഒക്കെ ശേഷം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്രൂവ് ചെയ്തു. എന്നാണ് അപ്രൂവ് ചെയ്തത്? 1949 നവംബർ 26 കേട്ടോ. അപ്രൂവ് ചെയ്ത ഡേറ്റ് ആണ് ഇത്. 1949 നവംബർ 26. ദിസ് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ. ഈ ദിവസമാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വൺ വേർഡ് ക്വസ്റ്റ്യൻ. എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്? എന്നാണ്? 1949 നവംബർ 26. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്രൂവ് ചെയ്ത ഡേറ്റ് ആണ്. പക്ഷേ ഒഫീഷ്യലായിട്ട് വന്നത് എന്നാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒഫീഷ്യലി കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 26th January 1950. അപ്പോൾ ഒഫീഷ്യലായിട്ട് വന്നത് 1950 ജനുവരി 26 അന്നാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ അപ്രൂവ് ചെയ്ത ഡേറ്റ് 1949 നവംബർ 26. അത് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നു. 1950 ജനുവരി 26 ഒഫീഷ്യലായിട്ട് വന്നു. അതാണ് റിപ്പബ്ലിക്കായിട്ട്
നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ഡേറ്റുകളും തമ്മിൽ മാറിപ്പോവരുത്, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണാനുണ്ടല്ലോ നിങ്ങൾക്ക്, മെൻഷൻ ദ സ്റ്റേജസ് ഇൻ ദി ഫോർമേഷൻ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞു നമുക്ക് എഴുതാനുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തത് അല്ലെങ്കിൽ അതിൻ്റെ ഫോർമേഷൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണ്, അതിൻ്റെ ആൻസറാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഏതാണ്, ദ ഫ്രെയിമിംഗ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ. ഇവിടുന്ന് തൊട്ടിട്ട് നമുക്ക് ഏതുവരെ, ഇവിടെ വരെ എഴുതണം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുവരെ വന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒഫീഷ്യലി കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 26 ജാനുവരി 1950 വരെ. അത്രയും അതിൻ്റെ ആൻസറാണ് കേട്ടോ. ഇനി ദ പ്രിയാമ്പിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ അല്ലേ, പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ ആമുഖം. പിന്നെ അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള ഭാഗത്ത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കിയേ, ഇങ്ങനെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ പ്രിയാമ്പിൾ. ഭരണഘടന എടുത്താൽ നമുക്കതിൻ്റെ ആ ആമുഖത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആൻഡ് ടു സെക്യൂർ ടു ഓൾ ഇറ്റ്സ് സിറ്റിസൺസ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങളാണ്, നമ്മുടെ ഭരണഘടന നമുക്ക് ഒരു സോവറിൻ എന്ന് പറഞ്ഞാൽ എല്ലാവിധ അധികാരങ്ങളുമുള്ള, സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സാമൂഹ്യപരമായിട്ടുള്ളതും മതേതരത്വം, സെക്യുലർ എന്ന് പറഞ്ഞാൽ മതേതരത്വം, ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ ജനാധിപത്യം, അങ്ങനെയുള്ള ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. അത് നമുക്ക് എന്തൊക്കെ ഉറപ്പ് തരുന്നുണ്ട്, ജസ്റ്റിസ്, നീതി, എന്തൊക്കെ കാര്യങ്ങളിലാണ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. നമുക്ക് സോഷ്യലും എക്കണോമിക്കൽ പൊളിറ്റിക്കലുമായിട്ടുള്ള കാര്യങ്ങളിൽ ജസ്റ്റിസ് നമുക്ക് തരുന്നു. അതേപോലെ തന്നെ ലിബേർട്ടി എന്ന് പറഞ്ഞാൽ എന്താ, സ്വാതന്ത്ര്യം തരുന്നുണ്ട് അല്ലേ. ലിബേർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. നമുക്ക് എന്തിനൊക്കെയുള്ള, തോട്ടിനുള്ള അല്ലേ, ചിന്ത, എക്സ്പ്രഷൻ, നമുക്ക് എന്ത് കാര്യങ്ങളും പ്രകടിപ്പിക്കുക, നമ്മുടെ വിശ്വാസം, ആരാധന, ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം നമുക്ക് തരുന്നുണ്ട്. ഈക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സമത്വം, ഈക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ടു പ്രൊമോട്ട് എമംഗ് ദം ഓൾ. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും ഒരു സമത്വം തരുന്നുണ്ട്. ഫ്രെറ്റേണിറ്റി, സാഹോദര്യം. അഷ്വറിങ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ദി യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നാഷൻ. സാഹോദര്യം എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവരെയും സഹോദരന്മാരായി കാണുക, തുല്യരായി കാണുക. അപ്പോൾ ഓരോ വ്യക്തിയുടെയും ആ ഒരു ഡിഗ്നിറ്റി അഷ്വർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പ്രിയാമ്പിൾ എന്താണ്, നമുക്ക് ഈ ഒരു ജവഹർലാൽ നെഹ്റു ആണ് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ അല്ലേ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പ്രൈം മിനിസ്റ്റർ പിന്നെ ആണ് ഇത് പ്രിപ്പയർ ചെയ്തത് ഒരു പോയറ്റിക് സ്റ്റൈലിൽ അല്ലേ. ജവഹർലാൽ നെഹ്റു ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ പ്രിപ്പയർഡ് ദ പ്രിയാമ്പിൾ ഇൻ ഹിസ് പോയറ്റിക് സ്റ്റൈൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പോയറ്റിക് സ്റ്റൈലിൽ പ്രിയാമ്പിൾ പ്രിപ്പയർ ചെയ്തത് ആരാണ്, ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ഇനി എന്തൊക്കെയാണ് ബേസിക് ഗോൾസ് പ്രിയാമ്പിളിൻ്റെ, ഒരു ഡയഗ്രാം താഴെ കൊടുത്തിട്ടുണ്ട്. ബേസിക് ഗോൾസ് നമ്മുടെ പ്രിയാമ്പിളിലുള്ള ബേസിക് ഗോൾസാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്തൊക്കെയാണ് പ്രിയാമ്പിളിൽ പറയുന്ന ബേസിക് ഗോൾസ്? അപ്പോൾ അതിൽ ആദ്യത്തേത് സോവർണിറ്റിയാണ്. ബേസിക് ഗോൾസ് എന്ന് പറഞ്ഞാൽ സോവർണിറ്റി, പരമാധികാരം. എന്താ, ദ കംപ്ലീറ്റ് പവർ ടു ടേക്ക് ഡിസിഷൻസ് ഓൺ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ മാറ്റേഴ്സ്. സോവർണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ടു കംപ്ലീറ്റ് പവർ ടു ടേക്ക് ഡിസിഷൻ ഓൺ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ മാറ്റേഴ്സ്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള, ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് അകത്തുള്ള. അപ്പോൾ രാജ്യത്തിന് പുറത്തുള്ളതും അകത്തുള്ളതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരമുണ്ട്, കംപ്ലീറ്റ് പവർ ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്തു പറയുക, സോവർണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്, ബേസിക് ഗോൾസ് ആണ് കേട്ടോ ഇതിൽ പറയുന്ന പ്രിയാമ്പിളിൽ. ഇനി അടുത്തത് എന്താ, സോഷ്യലിസം. Social justice is ensured by minimizing social, economic and political inequalities in society. സോഷ്യലിസം എന്ന് പറയുമ്പോൾ എന്താണ്, സോഷ്യൽ ജസ്റ്റിസ്, നമുക്ക് സാമൂഹ്യ നീതി എൻഷുർ ചെയ്യുന്നുണ്ട്, ഉറപ്പാക്കുന്നുണ്ട്. അതെങ്ങനെയാണ്, ബൈ മിനിമൈസിങ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇനീക്വാളിറ്റീസ് ഇൻ സൊസൈറ്റി. സമൂഹത്തിലെ സോഷ്യലായിട്ടുള്ളതും എക്കണോമിക് ആയിട്ടുള്ളതും പൊളിറ്റിക്കൽ ആയിട്ടുള്ളതുമായിട്ടുള്ള ഇനീക്വാളിറ്റീസ്, അസമത്വങ്ങൾ കുറച്ചുകൊണ്ട് നമുക്ക് സോഷ്യൽ ജസ്റ്റിസ് എൻഷുർ ചെയ്യുന്നു. അതാണ് സോഷ്യലിസം. ഇനി സെക്യുലറിസം. അടുത്തത് സെക്യുലറിസമാണ്.
The citizens' right to profess and propagate the religion of their own preference. The state does not favor any religion. The state has no official religion. എന്താണ് സെക്യുലറിസം? ഞാൻ പറഞ്ഞു നേരത്തെ മതേതരത്വം. എന്താണ് സെക്യുലറിസം? ദ സിറ്റിസൺസ് റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് ദ റിലീജിയൻ ഓഫ് their പ്രിഫറൻസ്. നമുക്ക് എന്താണ്, നമ്മളെ ഓരോ വ്യക്തികൾക്കും നമ്മുടെ മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലേ? ദ സിറ്റിസൺ റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ്. നമ്മുടെ മതം ഏതാണോ അതിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ദ സ്റ്റേറ്റ് ഡസ് നോട്ട് ഫേവർ എനി റിലീജിയൻ. ഒരു മതത്തിനെയും നമ്മുടെ സ്റ്റേറ്റ് ഫേവർ ചെയ്യുന്നില്ല. അറിയാലോ, നമ്മുടെ സ്റ്റേറ്റ് നമ്മൾ ഇന്ന മതത്തിൽ വിശ്വസിക്കണം അങ്ങനെ പറയുന്നില്ലല്ലോ. അതാണ് ഇവിടെ പറയുന്നത്. സ്റ്റേറ്റ് ഹാസ് നോ ഒഫീഷ്യൽ റിലീജിയൻ. സ്റ്റേറ്റിന് ഒഫീഷ്യലായിട്ടുള്ള ഒരു റിലീജിയനും ഇല്ല. നമ്മുടെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ് സെക്യുലറിസം. ഇനി അടുത്തത് എന്താണ്? ഡെമോക്രസി. ദ ഗവൺമെൻറ് ഈസ് റൺ ബൈ ദി റെപ്രസെൻറ്റേറ്റീവ്സ് എലക്റ്റഡ് ബൈ ദി പീപ്പിൾ. ഡെമോക്രസി, ജനാധിപത്യം എന്നാന്ന് പറഞ്ഞാൽ എന്താ? ഗവൺമെൻറ് ഈസ് റൺ ബൈ ദ റെപ്രസെൻറ്റേറ്റീവ്സ് എലക്റ്റഡ് ബൈ ദ പീപ്പിൾ. ഗവൺമെൻറ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ജനങ്ങൾ തിരഞ്ഞെടുത്ത റെപ്രസെൻറ്റേറ്റീവ്സിലെ വോട്ട് ചെയ്ത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾ, അവരാണ് ഗവൺമെൻറ്റിനെ ഭരിക്കുന്നത്. ഇനി അടുത്തത് റിപ്പബ്ലിക്. ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഡിസൈഡഡ് ത്രൂ ഇലക്ഷൻ. അതുപോലെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഹെഡിനെ ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ത്രൂ ഇലക്ഷനിലൂടെയാണ്. റിപ്പബ്ലിക് അതാണ് അല്ലേ? അപ്പോൾ ദ പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇതാണ് പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ പ്രിയാമ്പിളിൻ്റെ ഗോൾസ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വാട്ട് ആർ ദി ബേസിക് ഗോൾസ് മെൻഷൻഡ് ഇൻ ദി പ്രിയാമ്പിൾ. വാട്ട് ആർ ദി ബേസിക് ഗോൾസ് മെൻഷൻഡ് ഇൻ ദ പ്രിയാമ്പിൾ. പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്യുന്ന ബേസിക് ഗോൾസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ നമുക്കതിൻ്റെ ആൻസർ എന്തൊക്കെയാണ്? സോവർണിറ്റി, അതുപോലെ തന്നെ സോഷ്യലിസം, പിന്നെന്താ? സെക്യുലറിസം, അടുത്തത് ഡെമോക്രസി, ദെൻ റിപ്പബ്ലിക്. ഇത്രയുമാണ് നമ്മൾ ആൻസറായിട്ട് എഴുതേണ്ടത്. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി നോക്കൂ അടുത്തത് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെ? അതാണ് അടുത്തത് പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നോക്കൂ. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നുള്ളത് നോക്കാം. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്തൊക്കെയാണ് മെയിൻ ഫീച്ചേഴ്സ് എന്നുള്ളത് ചോദിക്കും. ഒന്നാമത്തേത് പാർലമെൻ്ററി സിസ്റ്റം, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ദ റൂൾ ഓഫ് ലോ, ഫെഡറൽ സിസ്റ്റം, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യൽ സിസ്റ്റം. ഇത്രയുമാണ് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തത് പാർലമെൻ്ററി സിസ്റ്റമാണ്. പാർലമെൻ്ററി സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്നു. രണ്ടാമത്തത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലേ? നമുക്ക് ഫണ്ടമെൻ്റലായിട്ടുള്ള അവകാശങ്ങളുണ്ട്. അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്, ഫണ്ടമെൻ്റലായിട്ടുള്ള ചുമതലകളുണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ദെൻ റൂൾ ഓഫ് ലോ, ഫെഡറൽ സിസ്റ്റം, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യൽ സിസ്റ്റം. ഇത്രയുമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മെയിൻ ഫീച്ചേഴ്സ്. ഇനി നമുക്ക് ഇത് ഓരോന്നും ഇപ്പോൾ എന്തൊക്കെയാണ്? പാർലമെൻ്ററി സിസ്റ്റം എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താ? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, റൂൾ ഓഫ് ലോ, ഫെഡറൽ സിസ്റ്റം, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യൽ സിസ്റ്റം. ഇതൊക്കെ എന്താണെന്നുള്ളത് ഓരോന്നും ഇനി പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങൾ മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ എഴുതി അയക്കേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങൾ എഴുതി അയക്കേണ്ട ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ പറഞ്ഞു അല്ലേ? അതായത് വാട്ട് ആർ ദി ബേസിക് ഗോൾസ് മെൻഷൻഡ് ഇൻ ദി പ്രിയമ്പിൾ. അപ്പോൾ അതാണ് നിങ്ങൾ എഴുതി അയക്കേണ്ട ക്വസ്റ്റ്യൻ. എന്താ എഴുതുക? ബേസിക് ഗോൾസ് മെൻഷൻഡ് ഇൻ ദ പ്രിയാമ്പിൾ. ആ ക്വസ്റ്റ്യൻ എഴുതുക. എന്നിട്ട് നിങ്ങൾ ഇത് ഓരോന്നും സോവർണിറ്റി, സെക്യുലറിസം, സോഷ്യലിസം, ഡെമോക്രസി, റിപ്പബ്ലിക് ഓരോന്നിനെ കുറിച്ച് ഓരോന്നും എഴുതിയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുക. അത് നിങ്ങൾ എഴുതി അയച്ചു തരിക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് കാണാം. താങ്ക് യു.